അപാകത സംഭവിക്കുകയാ. കടലിലെല്ലാം നടക്കുന്ന നമ്മൾ അറിയുന്നില്ല, കടലിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ അറിയുന്നില്ല മുസ്ലിമേ. പക്ഷേ എല്ലാ വർഷവും പടച്ചതമ്പുരാൻ കടലിലേക്ക് കുറച്ചു വിടുന്ന ആ ഭീകരമായ ഭീകരമായ ആ പ്രയാസങ്ങളും പ്രതിഭാസങ്ങളും ഇന്ന് ദുനിയാവിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുകയാ. എന്തുകൊണ്ടാണ് അല്ലാഹു ഭൂമി കുലുക്കം തരുന്നത്? എന്തുകൊണ്ടാണ് അല്ലാഹു കഷ്ടപ്പാട് തരുന്നത്? കടലിന്റെ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് ദുനിയാവിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അല്ലാഹു പ്രയാസങ്ങളെ തരുന്നത് എന്തുകൊണ്ടാ? അത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നവർ കടന്നു വന്നത് കൊണ്ടാ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ പരിഹസിക്കുന്നവർ കടന്നു വന്നത് കൊണ്ടാ. എന്റെ കടയാളുമോടിക്കാരെ, നിങ്ങൾ ഭാഗ്യവന്മാരാ, ഭാഗ്യവന്മാരാ. കാരണം എന്തെന്നറിയോ? നമ്മുടെ പരിസരത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി സാഹിബ് റളിയല്ലാഹു അൻഹു, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ പവറാണ് മുസ്ലിമീങ്ങളെ, പവറാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ സദസ്സ് കാണുന്നത് എല്ലാ റാഹത്തും നമുക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടാ? മുടങ്ങല്ലേ പ്രിയമുള്ളവരെ, മുടങ്ങാൻ പാടില്ല. ഈ സാഹിബ് റളിയല്ലാഹു അൻഹു നമ്മുടെ പരിസരത്തുള്ള ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് എന്നെന്നും നമുക്ക് തണലാ, എന്നെന്നും നമുക്ക് കുളിരാ. അല്ലാഹുവേ, അവരൊക്കെ നാളെ പരലോകത്ത് അബൂദർ തങ്ങളെ പതാകയിലിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അവരെ സ്നേഹിച്ചത് കൊണ്ട്, അവിടുത്തെ ഉറൂസിൽ പങ്കെടുത്ത ബറക്കത്ത് കൊണ്ട് റബ്ബേ, ആ മഹാന്മാരിരിക്കുന്ന പതാകയുടെ ചുവട്ടിൽ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നാലാമത്തെ പതാക മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ കയ്യിൽ ആ പതാകയുടെ ചുവട്ടിലിരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ അള്ളാഹുവിന്റെ പ്രീതി ലഭിച്ചവരാണ്, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ചവരാണ്. ഇങ്ങനെ 7 പതാക നാളെ പരലോകത്തുണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിലിരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു ഭാഗ്യം നമുക്ക് നൽകട്ടെ. 5ാമത്തെ പതാകാരുടെ കയ്യിലാണ്, 5ാമത്തെ പതാകാരുടെ കയ്യിലാണ് സയ്യിദുനാ ഹാരിസത്ത് ഇബ്നു നൗമാൻ. അറിയുമോ നിങ്ങൾക്ക് ആരാണ് ഹാരിസത്ത് ഇബ്നു നൗമാൻ തങ്ങളെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു തരുന്ന മഹാനവറുകളുടെ ഒരു മനോഹരമായ ചരിത്രം എന്റെ പ്രഭാഷണത്തിന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ ഹാരിസത്ത് ഇബ്നു നൗമാൻ റളിയല്ലാഹു അൻഹു ആരാണ്? മാതാപിതാക്കളെ അങ്ങേയറ്റം സ്നേഹിച്ച സഹാബിയാണ്, മാതാപിതാക്കളെ അങ്ങേയറ്റം ബഹുമാനിച്ച സഹാബിയാണ്. അതുകൊണ്ടാ 6ാമത്തെ പതാകാരുടെ കയ്യിലാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഹാരിസത്ത് ഇബ്നു നൗമാൻ എന്ന സഹാബിയുടെ കയ്യിലാണ്. അല്ലാഹുവേ, ആ മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്കും നൽകണേ റബ്ബേ. 7ാമത്തെ പതാകാരുടെ കയ്യിലാണ് സയ്യിദുനാ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് 7ാമത്തെ പതാക. ബിലാൽ തങ്ങളെ കീഴിലുള്ള പതാകയുടെ ചുവട്ടിലേക്ക് ആ ഭാഗ്യം ലഭിച്ചവരാരാണ്? ആ ഭാഗ്യവന്മാരാരാണ്? അവരാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന ഉസ്താദുമാരില്ലേ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ബാങ്ക് കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചവരെ. അവർക്ക് നാളെ ബിലാൽ തങ്ങളെ പതാകയുടെ ചുവട്ടിലിരിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കുന്നതാണ്. അല്ലാഹുവേ, ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഈ 7 പതാകയുടെ ചുവട്ടിലോ ഏതെങ്കിലും ഒരു പതാകയുടെ ചുവട്ടിലിരിക്കാം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എന്റെ മുസ്ലിമീങ്ങളെ, നിങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നിങ്ങൾ വാങ്ങിയവരാണെങ്കിൽ, നിങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നിങ്ങൾ വാങ്ങിയവരാണെങ്കിൽ സയ്യിദുനാ ഹാരിസത്ത് ഇബ്നു നൗമാൻ തങ്ങൾ കിടന്നാ പിടിക്കുന്ന പതാകയുടെ ചുവട്ടിലിരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുന്നതാ. എന്തുകൊണ്ടാണ് ഹാരിസ റളിയല്ലാഹു അൻഹു അല്ലാഹു അത്രത്തോളം പവർ കൊടുത്തതെന്നറിയോ? സ്വർഗത്തിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഒരു സ്വഹാബിയെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചൊല്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഖുർആൻ ഓതാ ഭാഗ്യം ലഭിച്ച സഹാബി അതാണ് മഹാനായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടുത്തെ കൂടെയൊക്കെ സ്വർഗത്തിൽ ഇരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലി, പ്രയാസമില്ലാത്തവർ മാത്രമേ നിൽക്കണം. നീ സ്വീകരിക്കണേ റബ്ബേ ഈ മനോഹരമായ വലിയുള്ളാഹി സാഹിബ് തങ്ങളെ പരിശുദ്ധമായ ഈ ഉറൂസിലേക്ക് വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവർ മദീനത്തേക്ക് പറത്തുവിട്ട സലാത്ത് നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കൽ സ്വർഗത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ സ്വർഗം നരകമൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ എത്രത്തോളം വലിയ മനോഹരമാണെന്നറിയോ സ്വർഗം. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തെ പറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ വാചാലനാവുകയാണ്. സ്വർഗത്തിൽ 120 സഫുകളാണുള്ളത്. സ്വർഗത്തെ പറ്റി പറയുന്നത് ഒരുപാട് പറയാനുണ്ട്. എത്ര സഫ്? 120 സഫുകൾ. അപ്പൊ നമ്മൾ കരുതോ അത്രയും വലിയ വിശാലമായ സ്വർഗത്തിൽ 120 സഫുള്ളൂ? അത് നമ്മുടെ കടയാളമോട് ജുമാഅത്തെ പള്ളിക്കത്തെ സഫല്ല. ഒരു സഫിന്റെ